This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, അതായത് ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒരു മനുഷ്യൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ഭൂമിയെയും ആകാശത്തെയും നീക്കം ചെയ്ത് ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സ്ഥാപിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം എന്ന നഗരം സ്ഥാപിച്ച് ദൈവവും എല്ലാ കാലഘട്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ഒരുമിച്ച് വാസമാരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യം പ്രാപിക്കാൻ മാത്രമല്ല, അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദ വിസിബിൾ, ടാൻജിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന വിശേഷമേറിയ പ്രതിഫലങ്ങളോ പുതിയ ജെറുസലേം ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ഭവനങ്ങളോ അവൻ്റെ അനുഗ്രഹമോ അവകാശമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ
യഥാർത്ഥ അനുഗ്രഹവും അവകാശവും ദൈവം തന്നെയാണ്, അഥവാ ദൈവത്തിൻ്റെ തേജസ്സാണ്. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കലൂടെ ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവനീതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 52 എപ്പിസോഡുകളിലായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ട് അവനെ നീതീകരിച്ച് പാപി എന്ന പേരിനെ നീക്കം ചെയ്ത് സ്വർഗത്തിലെ ബഹുമാനപ്പെട്ട കോടതി അവനെ നീതിമാനായി പ്രഖ്യാപിക്കുകയാണ്. ദൈവനീതിയുടെ ബോധം അവൻ്റെ അകത്ത് നീതിയുടെ കവചമായി മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്നും, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും അവൻ്റെ ഹൃദയത്തെയും മനസ്സാക്ഷിയെയും ഈ നീതിയുടെ കവചം പൂർണ്ണമായി സംരക്ഷിക്കുകയാണ്. നീതിബോധം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നാൽ ആ പാപങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ധൈര്യത്തോടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് ശുദ്ധ ഹൃദയത്തോടെ, ശുദ്ധമായ മനസ്സാക്ഷിയോടെ ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ, കൃപാസനത്തോട് അടുത്തു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവകൃപാസനത്തോട് ധൈര്യത്തോട് അടുത്തു വരുവാൻ നമുക്കിടയാക്കുന്ന വളരെ പ്രധാനമായ 3 സംഗതികൾ ഈ വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 19-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. ദൈവകൃപാസനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇപ്പോൾ നമുക്ക് ഒരു ജീവനുള്ള പുതുവഴിയുണ്ട്. അത് ക്രൂശിൽ തകർക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്. ആ യേശുക്രിസ്തുവിൻ്റെ ശരീരം ഇപ്പോൾ സകല മാനവജാതിക്കും സ്വർഗീയ പിതാവിൻ്റെ അടുത്തേക്ക് വരുവാനുള്ള ജീവനുള്ള പുതുവഴിയാണ്. രണ്ടാമത്, തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവകൃപാസനത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന രണ്ടാമത്തെ സംഗതി യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. 1, തകർക്കപ്പെട്ട യേശുവിൻ്റെ ശരീരം. 2, നമുക്ക് വേണ്ടി ചീന്തപ്പെട്ട യേശുവിൻ്റെ രക്തം. മൂന്നാമതായി, ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നമുക്ക് പകരമായി വന്ന് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ രക്തത്താലും ശരീരത്താലും പാപങ്ങൾ മോചിച്ച് ദൈവസന്നിധിയിലേക്ക് വരുവാൻ നമുക്ക് വഴി തരുകയും ഇപ്പോൾ അവൻ ദൈവസന്നിധിയിൽ കൃപാസനത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതനായി സ്വർഗത്തിലുള്ളതുകൊണ്ട് നമുക്ക് ഏതു നിമിഷവും ധൈര്യത്തോടെ ദൈവകൃപാസനത്തിന് അടുത്തു വരാം. ഈ 3 വിഷയങ്ങളെക്കുറിച്ചാണ് തുടർന്നു വരുന്ന എപ്പിസോഡുകളിൽ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം.
ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവിക ദൂതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ, വചനം ഭൂമിയിലേക്ക് വന്നപ്പോൾ പിതാവാം ദൈവത്താൽ ഒരുക്കപ്പെട്ടതാണ് ഈ ശരീരം. യേശുക്രിസ്തുവിൻ്റെ ശരീരം പിതാവാം ദൈവത്താൽ അവന് ഒരുക്കപ്പെട്ടതാണ്. എന്തിനു വേണ്ടിയാണ്? 7-ാം വാക്യത്തിൽ, ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അവനു വേണ്ടി പിതാവാം ദൈവത്താൽ ഒരുക്കപ്പെട്ടതാണ് ശരീരം. എന്താണ് പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം? സകല മനുഷ്യരും ദൈവത്തിൻ്റെ വിശുദ്ധ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപികളായി തീർന്നിരിക്കുകയാണ്. പാപത്തിൻ്റെ ഫലമായി മനുഷ്യൻ നിത്യമരണം അനുഭവിക്കുവാൻ ദൈവത്താൽ വിധിക്കപ്പെട്ടിരിക്കുക. കാരണം ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവൻ തൻ്റെ നീതിക്ക് തക്കവണ്ണം പാപത്തെ ന്യായം വിധിക്കുകയാണ്. ദൈവിക കോടതിയുടെ വിശുദ്ധമായ നിയമപ്രകാരം പാപം ചെയ്യുന്ന വ്യക്തി മരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ്റെ മരണമല്ല, പിന്നെയോ അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നിത്യമായ മരണത്തിൽ നിന്നും അവനെ മോചിപ്പിക്കണമെന്നുള്ളതാണ്. എന്നാൽ ദൈവിക കോടതിയുടെ നിയമം അനുസരിച്ച് പാപരഹിതനായ മറ്റൊരു വ്യക്തി മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത് അവർക്ക് പകരം ശിക്ഷ അനുഭവിച്ചാൽ ദൈവത്തിന് സകല മാനവജാതിയെയും പാപങ്ങൾ മോചിച്ച് മരണത്തിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് കഴിയും. അങ്ങനെ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ പിതാവാം ദൈവത്താൽ പുത്രനു വേണ്ടി ഒരുക്കപ്പെട്ടതാണ് ശരീരം. ഒന്നാമതായി, പിതാവാം ദൈവം സകല മനുഷ്യവർഗത്തിൻ്റെയും പാപങ്ങളെ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിന്മീതെ ചുമത്തി. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. പിതാവാം ദൈവം സകല മനുഷ്യവർഗത്തിൻ്റെയും പാപങ്ങൾ പകരക്കാരനായ പുത്രൻ്റെ ശരീരത്തിൻ്റെ മീതെ ചുമത്തി എന്ന് വചനം വ്യക്തമായി നമ്മോട് പറയുകയാണ്. രണ്ടാമതായി, യേശുക്രിസ്തു തൻ്റെ സ്വന്തം ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നമുക്ക് പകരമായി ക്രൂശിന്മേൽ കയറി. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയുകയാണ്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൽ 24-ാം വാക്യം, നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ സ്വമനസാൽ അവൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് നമുക്ക് പകരമായി ക്രൂശിന്മേൽ കയറി ക്രൂശ് അനുഭവിച്ചിരിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. പാപം അറിയാത്തവന് നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. മൂന്നാമതായി, പിതാവാം ദൈവം യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി. പിതാവാം ദൈവം യേശുക്രിസ്തുവിനെ അഥവാ അവൻ്റെ ശരീരത്തെ നമുക്ക് വേണ്ടി പാപമാക്കി. എന്താണ് യേശുക്രിസ്തുവിനെ അഥവാ അവൻ്റെ ശരീരത്തെ നമുക്ക് വേണ്ടി പാപമാക്കി എന്നതിൻ്റെ അർത്ഥം? ഞാനും നിങ്ങളും
ക്രൂശിൽ നോക്കുമ്പോൾ കാണുന്നത് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെയാണ്. എന്നാൽ പിതാവാം ദൈവം ക്രൂശിൽ നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ അല്ല, മറിച്ച് ലോകത്തിൻ്റെ പാപമാണ്. പിതാവാം ദൈവം ക്രൂശിൽ കാണുന്നത്, ക്രൂശിന്മേൽ തൂങ്ങിക്കിടക്കുന്നത് ലോകത്തിൻ്റെ പാപത്തെയാണ്. ദൈവം തൻ്റെ പുത്രനെ അഥവാ അവൻ്റെ ശരീരത്തെ നമുക്ക് വേണ്ടി പാപമാക്കി. നാലാമതായി, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ പുത്രൻ്റെ മേൽ ചുമത്തി പുത്രൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറുകയും ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി പാപമാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ പാപത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ നീതിയുള്ള ക്രോധം, നീതിയുള്ള ന്യായവിധി തൻ്റെ പുത്രൻ്റെ ശരീരത്തിൽ മേൽ ഇറങ്ങി വന്ന് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് പകരമായി ന്യായം വിധിച്ചു. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ തൻ്റെ പുത്രൻ്റെ ശരീരത്തിലാക്കി പാപത്തിനുള്ള ന്യായവിധി തൻ്റെ പുത്രൻ്റെ ശരീരത്തിൽ ദൈവം നടത്തി. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 3-4 വാക്യം പറഞ്ഞിരിക്കുന്നത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ന്യായപ്രമാണം പരാജയപ്പെട്ടു പോയത് മനുഷ്യൻ്റെ ജഡത്തിൻ്റെ ബലഹീനതയാണ്. ഈ ജഡത്തിൽ വസിക്കുന്ന ഒരുവനും ദൈവത്തിൻ്റെ നീതിയുള്ള വിധികൾ അനുസരിച്ച് തികപ്പാൻ കഴിയുന്നതല്ല. എന്നാൽ ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ പാപ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ മേൽ പാപങ്ങളെ ചുമത്തി അവനെ പാപമാക്കി പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ പുത്രൻ്റെ ശരീരത്തിൽ ദൈവം നിവർത്തിച്ചു കഴിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പ്രാധാന്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ദൈവം നിവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് ഇനിമേൽ ഒരു മനുഷ്യനും പാപത്തിൻ്റെ ശിക്ഷയില്ലെന്ന് നിങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. നാം ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപികളായി തീർന്നവരാണ്. ദൈവത്തോട് ശത്രുതയിലായിരുന്നു. പക്ഷേ യേശു നമ്മുടെ പാപങ്ങളെ വഹിച്ച യേശുവിനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി അവൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷാവിധി നടത്തി അവനെ തകർത്തു കളഞ്ഞത് അവൻ്റെ ശരീരത്തിൽ നമ്മെ ദൈവവുമായിട്ട് നിരപ്പിക്കാൻ വേണ്ടിയാണ്, റിക്കൺസൈൽ ചെയ്യാൻ വേണ്ടിയാണ്, രമ്യതപ്പെടുത്താൻ വേണ്ടിയാണ്. സ്വർഗീയ പിതാവാം ദൈവം ഇത്രയും കാര്യങ്ങൾ തനിക്കു വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിവർത്തിച്ചു എന്ന് ഒരുവന് വിശ്വാസമുണ്ടായാൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരം ദൈവസന്നിധിയിലേക്ക്, ദൈവകൃപാസനത്തിലേക്കുള്ള ജീവനുള്ള പുതുവഴിയായി തീർന്നിരിക്കുകയാണ്. ഏതു നിമിഷവും പാപത്തിൻ്റെ കുറ്റബോധമില്ലാതെ, പാപത്തിൻ്റെ ശിക്ഷയുടെ ഭയം കൂടാതെ ധൈര്യത്തോടെ കൃപാസനത്തിൽ അവന് വരുവാൻ കഴിയും. ഇതാണ് കർത്താവിൻ്റെ മേശയിൽ അപ്പം നുറുക്കുമ്പോൾ നാം പ്രഖ്യാപിക്കുന്ന ആത്മീയ മർമ്മങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ അപ്പം നുറുക്കൽ ശുശ്രൂഷയുടെ മർമ്മം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്കു വേണ്ടിയുള്ള ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ. തിരുവത്താഴ് ശുശ്രൂഷയിൽ നാം അപ്പം നുറുക്കുമ്പോൾ
നാം ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഓർക്കുകയാണ്. അതായത് യേശു ക്രിസ്തുവിൻ്റെ ശരീരം എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്ന് ഞാൻ ധ്യാനിക്കുന്ന സമയമാണ് കർത്തൃമേശയിൽ അപ്പം നുറുക്കുന്ന ശുശ്രൂഷ. മാത്രമല്ല അതിൻ്റെ 26-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് മരിച്ച വിധങ്ങൾ പറഞ്ഞ് കരയുകയല്ല, പിന്നെയോ യേശു മരിച്ചു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതായത് യേശു എൻ്റെ പാപത്തെ വഹിച്ച് എൻ്റെ ശിക്ഷ അനുഭവിച്ച് അവൻ എനിക്കായി മരിച്ചു, ഇനി മേലെനിക്ക് മരണമില്ല. ഇതാണ് അപ്പം നുറുക്കുമ്പോൾ നാം പ്രഖ്യാപിക്കുന്ന ആത്മീയ മർമ്മങ്ങൾ. മാത്രമല്ല ഈ അപ്പം നുറുക്കൽ ശുശ്രൂഷയിലൂടെ നാം യേശുക്രിസ്തുവിൻ്റെ ശരീരവുമായുള്ള കൂട്ടായ്മ ബന്ധം അനുഭവിക്കുകയാണ്. അതിൻ്റെ 16-ാം വാക്യം, 10-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം നുറുക്കൽ ശുശ്രൂഷയിലൂടെ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലൂടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമായുള്ള കൂട്ടായ്മ ബന്ധമാണ്. നാം അത് അനുഭവിക്കുന്ന സമയമാണ്, നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റുപറയുന്ന സമയമാണെന്ന് വചനം വ്യക്തമാക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ട്, നിങ്ങളുടെ പാപങ്ങളെ വഹിച്ച് യേശു തൻ്റെ ശരീരത്തിൽ നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ മരണം അനുഭവിച്ചതുകൊണ്ട് ഇനി പാപത്തിൻ്റെ കുറ്റബോധമില്ലാതെ, പാപശിക്ഷയുടെ ഭയം കൂടാതെ ഏത് നിമിഷവും ധൈര്യത്തോടെ ദൈവകൃപാസനത്തിന് അടുത്ത് വരുവാൻ ദൈവം നിങ്ങൾക്ക് മഹാകൃപ തന്നിരിക്കുകയാണ്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചിച്ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജനത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ
നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ